ചരിത്രത്തിൽ ചില മനുഷ്യരുണ്ട്, അവരുടേത് വെറുമൊരു പേരായിരിക്കില്ല, ഒരു വികാരമായിരിക്കും. അത്തരത്തിൽ അസാധ്യമേക്കരത്തിലൂടെയും ചലനങ്ങളിലൂടെയും ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു മാന്ത്രിക മനുഷ്യനുണ്ട്. ആക്ഷൻ എന്ന് കേട്ടാൽ ഇന്നും ലോകത്തിന്റെ ഏതു കോണിലുമുള്ള ആളുകളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന മുഖം ബ്രൂസ് ലീ. ആയോധന കലയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ഇതിഹാസമാണ് ബ്രൂസ് ലീ. My last name is Lee, Bruce Lee. I was born in San Francisco in 1940. I am 24 right now. സെക്കൻഡുകൾ കൊണ്ട് കൈകളും കാലുകളും മിന്നൽ വേഗത്തിൽ ചലിപ്പിക്കുന്ന ബ്രൂസ് ലീക്ക് മാന്ത്രികനെന്നല്ലാതെ മറ്റൊരു വിശേഷണം നൽകാൻ കഴിയില്ല. ഒറ്റ സെക്കൻഡിൽ 6 തവണ വരെ പഞ്ചുകൾ തൊടുക്കാൻ കഴിയുന്ന വേഗത, ക്യാമറകൾക്ക് പോലും പിടിച്ചെടുക്കാൻ കഴിയാത്ത ചലനങ്ങൾ, ലോകം കണ്ട ഏറ്റവും വലിയ ഫൈറ്റിംഗ് ലെജൻഡ്, അതാണ് ബ്രൂസ് ലീ. എങ്ങനെയാണ് ഒരു സാധാരണക്കാരനായ ചൈനീസ് ബാലൻ ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച ആളായി മാറിയത്? നവംബർ 27 ചൈനീസ് കലണ്ടർ പ്രകാരം ഡ്രാഗണിന്റെ വർഷത്തിൽ ഡ്രാഗണിന്റെ മണിക്കൂറിൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ലീ ജുൻഫാൻ എന്ന ബ്രൂസ് ലീ ജനിക്കുന്നത്. ആശുപത്രിയിലെ നഴ്സാണ് അവന് ബ്രൂസ് എന്ന ഇംഗ്ലീഷ് പേര് നൽകിയത്. പിന്നീട് ആ പേര് ലോകം മുഴുവൻ മുഴങ്ങിക്കേട്ടു. അദ്ദേഹത്തിന്റെ പിതാവ് ലീ ഹോയ് ചുൻ ഒരു ചൈനീസ് ഓപ്പറ നടനായിരുന്നു. അമ്മ ഗ്രേസ് ഹോ. ഹോങ്കോങ്ങിലായിരുന്നു ലീയുടെ ബാല്യം. 3 മാസം പ്രായമായപ്പോൾ തന്നെ ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട ലീ 18 വയസ്സിനുള്ളിൽ ബാലതാരമായി 20ഓളം സിനിമകളിൽ അഭിനയിച്ചു. കരുത്തനായ ബ്രൂസ് ലീ അല്ലായിരുന്നു ബാല്യത്തിൽ അദ്ദേഹം. മെലിഞ്ഞ ദുർബലമായ ശരീരപ്രകൃതമായിരുന്നു കൊച്ചു ബ്രൂസിന്റേത്. ഹോങ്കോങ്ങിലെ തെരുവുകളിൽ അടിപിടികളിൽ ഏർപ്പെടുകയായിരുന്നു ബ്രൂസിന്റെ വിനോദം. ആ അടിപിടികളാണ് ലീയുടെ ജീവിതം മാറ്റിയത്. ഹോങ്കോങ്ങിലെ തെരുവുകളിൽ അടിപിടി കൂടി നടന്നിരുന്ന ഒരു പയ്യൻ ലോകം കണ്ട ഏറ്റവും വലിയ ആയോധന കലാകാരനായി മാറുമെന്ന് അന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. 18-ാം വയസ്സിൽ ഒരു സഹപാഠിയിൽ നിന്നും ക്രൂരമായി മർദ്ദനമേറ്റപ്പോൾ ലീ ഒരു കാര്യം തീരുമാനിച്ചു. തനിക്ക് സ്വയം പ്രതിരോധിക്കണം. അങ്ങനെയാണ് അദ്ദേഹം വിഖ്യാത ഗുരുവായ ഇപ്മാന്റെ അടുത്തെത്തുന്നത്. അവിടെ നിന്ന് വിങ് ചുൻ എന്ന ആയോധന കല അഭ്യസിച്ചു. അത് ലീയെ പാടെ മാറ്റിമറിച്ചു. ഉറക്കമില്ലാത്ത രാത്രികളിൽ പോലും അദ്ദേഹം പരിശീലനം തുടർന്നു. അതായിരുന്നു ഇതിഹാസത്തിന്റെ തുടക്കം. പഠനത്തിലുഴപ്പനും എപ്പോഴും അടിപിടിയും. മകൻ ജയിലിലാകുമെന്ന് ഭയന്ന അമ്മ ഗ്രേസ് 1958 $100 അവനെ അമേരിക്കയിലേക്ക് അയച്ചു. അവിടെ ഒരു ഹോട്ടലിൽ വെയിറ്ററായി ജോലി ചെയ്തും കുട്ടികൾക്ക് കുങ്ഫു പഠിപ്പിച്ചും അദ്ദേഹം ജീവിതം കരുപ്പിടിപ്പിച്ചു. വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വചിന്തയിൽ ബിരുദം നേടുമ്പോഴാണ് അദ്ദേഹം ലിൻഡ എമറിയെ പരിചയപ്പെടുന്നത്. വംശീയ വിദ്വേഷങ്ങൾ നിലനിന്നിരുന്ന അക്കാലത്ത് അവൾ ലീയുടെ കരുത്തായി മാറി. 1964 അവർ വിവാഹിതരായി. അവർക്ക് ബ്രണ്ടൻ എന്നും ഷാനൻ എന്നും പേരുള്ള 2 മക്കൾ ജനിച്ചു. തന്റെ ആയോധന കല ലോകത്തെ പഠിപ്പിക്കാൻ അദ്ദേഹം ജുൻഫാൻ ഗുങ്ഫു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു. അതോടെയാണ് ലീയുടെ പ്രശസ്തി അമേരിക്കയിൽ പടരുന്നത്. ബ്രൂസ് ലീയുടെ വേഗതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് മനുഷ്യ സാധ്യമാണോ എന്ന് നാം സംശയിച്ചു പോകും. അക്കാലത്തെ സിനിമാ ക്യാമറകൾക്ക് പോലും അദ്ദേഹത്തിന്റെ ചലനങ്ങൾ ഒപ്പിയെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. 24 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യുന്ന ക്യാമറകളിൽ ലീയുടെ കൈകൾ വെറും മങ്ങലായി മാത്രമേ കാണപ്പെട്ടിരുന്നുള്ളൂ. അതുകൊണ്ട് വേഗത കുറച്ച് കാണിക്കാൻ ഡയറക്ടർമാർ അദ്ദേഹത്തോട് ആവശ്യപ്പെടുമായിരുന്നു. അദ്ദേഹത്തിന്റെ 1 ഇഞ്ച് പഞ്ച് ഇന്നും ഒരു അത്ഭുതമാണ്. വെറും 1 ഇഞ്ച് ദൂരത്തിൽ നിന്ന് അദ്ദേഹം പ്രയോഗിക്കുന്ന ഇടിയിൽ ഏത് കരുത്തിലും തെറിച്ചു വീഴുമായിരുന്നു. 2 വിരലുകൾ മാത്രം ഉപയോഗിച്ച് പുഷപ്പുകൾ എടുക്കുന്ന ലീയുടെ കായികക്ഷമത ലോകത്തെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. പ്രതിദിനം 5000 തവണ വരെ അദ്ദേഹം പരിശീലനം നടത്തുമായിരുന്നു. ശരീരത്തിൽ കൊഴുപ്പിന്റെ അംശം തീരെയില്ലാത്ത ഉരുക്കുപോലെ ഉറച്ച മാംസപേശികളായിരുന്നു ലീയുടെ പ്രത്യേകത. അങ്ങനെയിരിക്കെയാണ് 1964 ലോങ് ബീച്ച് കരാട്ടെ ചാമ്പ്യൻഷിപ്പിലെ പ്രകടനം കണ്ട നിർമ്മാതാക്കൾ അദ്ദേഹത്തെ ഗ്രീൻ ഹോണറ്റ് എന്ന പരമ്പരയിലേക്ക് വിളിക്കുന്നത്. ഗ്രീൻ ഹോണറ്റ് TV സീരീസിലൂടെ ഹോളിവുഡിൽ എത്തിയെങ്കിലും ഒരു ഏഷ്യക്കാരനായതിനാൽ ലീക്ക് പ്രധാന വേഷങ്ങൾ നൽകാൻ ഹോളിവുഡ് തയ്യാറായില്ല. ലീ തന്റെ തട്ടകം ഹോങ്കോങ്ങിലേക്ക് മാറ്റി. അദ്ദേഹത്തിന്റെ ദ ബിഗ് ബോസ്, ഫസ്റ്റ് ഓഫ് ഫ്യൂറി എന്നീ സിനിമകൾ ചരിത്രം തിരുത്തിക്കുറിച്ചു. അവിടെ ദ ബിഗ് ബോസ് പുറത്തിറങ്ങിയപ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ജനം തിയേറ്ററുകളിലേക്ക് ഇരച്ചു കയറി.
ഫസ്റ്റ് ഓഫ് ഫ്യൂറി അദ്ദേഹത്തെ ഒരു ഏഷ്യൻ ഐക്കണാക്കി മാറ്റി. വേ ഓഫ് ദി ഡ്രാഗൺ എന്ന സിനിമയിൽ അദ്ദേഹം തന്നെ സംവിധായകനായി. റോമിലെ കൊളോസിയത്തിൽ വെച്ച് ചക്ക് നോറിസുമായി അദ്ദേഹം നടത്തിയ പോരാട്ടം ഇന്നും സിനിമാ ചരിത്രത്തിലെ ക്ലാസിക്കാണ്. ബ്രൂസ്ലി രൂപപ്പെടുത്തിയ ജീത് കുണ്ടോ വെറുമൊരു ആയോധന കലയല്ല, അതൊരു ജീവിത രീതിയാണ്. ബ്രൂസ്ലി വെറുമൊരു ഫൈറ്റർ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു വലിയ തത്വചിന്തകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ വാക്കുകൾ ഇതായിരുന്നു: ബി വാട്ടർ മൈ ഫ്രണ്ട്. വെള്ളത്തിന് ഒരു രൂപമില്ല, പാത്രത്തിലൊഴിച്ചാൽ അത് ആ പാത്രത്തിന്റെ രൂപം കൈവരിക്കും. വെള്ളത്തിന് ഒഴുകാനും സാധിക്കും, തകർക്കാനും സാധിക്കും. പ്രതിബന്ധങ്ങൾക്കനുസരിച്ച് സ്വയം മാറാൻ അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. മനസ്സിനെ ശൂന്യമാക്കാനും ഏകാഗ്രമാക്കാനും അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. Empty your mind. Be formless, shapeless, like water. Now you put water into a cup, it becomes the cup. You put water into a bottle, it becomes the bottle. You put it in a teapot, it becomes the teapot. Now water can flow or it can crash. Be water, my friend. തന്റെ ഏറ്റവും വലിയ സിനിമയായ എൻ്റർ ദ ഡ്രാഗൺ റിലീസ് ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് 1973 ജൂലൈ 20 തന്റെ 32-ാം വയസ്സിൽ ബ്രൂസ്ലി ലോകത്തോട് വിട പറഞ്ഞു. തലച്ചോറിലുണ്ടായ നീർക്കെട്ടായിരുന്നു മരണകാരണമെന്നാണ് റിപ്പോർട്ടുകൾ. ലോകം മുഴുവൻ ആ വാർത്ത കേട്ട് വിറങ്ങലിച്ചു നിന്നു. ബ്രൂസ്ലി വിടവാങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. പക്ഷെ ഇന്നും ലോകത്തെവിടെയെങ്കിലും ഒരാൾ കരാട്ടയും കുങ്ഫുവും പഠിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ബ്രൂസ്ലി എന്ന പേരുണ്ടാകും. ആധുനിക മിക്സഡ് മാർഷൽ ആർട്സിന്റെ പിതാവായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മൺമറങ്ങി പോയിട്ടും തന്റെ പ്രയത്നം കൊണ്ടും അസാമാന്യമായ കഴിവുകൊണ്ടും ഇന്നും ജീവിക്കുന്ന ഇതിഹാസമാണ് ബ്രൂസ്ലി. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയുള്ള മനുഷ്യൻ, സെക്കൻഡുകൾക്കുള്ളിൽ തന്റെ ശത്രുവിനെ നിഷ്പ്രഭനാക്കുന്ന ആയോധന കലയിലെ മാന്ത്രികൻ. തന്റെ പരിമിതികളെ തോൽപ്പിച്ച് ലോകത്തിന്റെ നെറുകയിലെത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബ്രൂസ്ലി ഒരു ആവേശമാണ്. ശരീരം കൊണ്ട് മരിച്ചാലും ആ മിന്നൽ വേഗതയിലൂടെയും തത്വചിന്തകളിലൂടെയും അദ്ദേഹം എന്നും ജീവിക്കും. കാരണം ഇതിഹാസങ്ങൾക്ക് മരണമില്ല.